മലങ്കര ഓർത്തഡോക്സ് സഭ ഈ അടുത്ത കാലത്തായി എടുക്കുന്ന നിലപാടുകളിൽ വിശ്വാസ സമൂഹത്തിന് ധാരാളം ആശങ്കകളും പ്രയാസങ്ങളുമുണ്ട്. വിശ്വാസ സമൂഹത്തിലെ സാധാരണക്കാരും സഭയുടെ പ്രവർത്തനങ്ങളുമായി അടുത്തിടപെട്ടവരും സഭയുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ തെല്ലും ഭയം കൂടാതെയും സാമ്പത്തിക നഷ്ടം നോക്കാതെയും സഭയെ സ്വന്തം ശരീരം പോലെ കാത്തു പരിപാലിക്കുകയും സ്നേഹിക്കുകയും ചെയ്തവർ അനേകം ഇന്നും ഈ സഭയിൽ ജീവിച്ചിരിപ്പുണ്ട്. അവർ സഭയ്ക്ക് നൽകിയ സംഭാവനകളെ കണ്ട് വളർന്ന അവരുടെ തലമുറക്കാരും സഭയിൽ ഇപ്പോൾ സജീവമാണ്. ഏതൊരു സമുദായത്തിൻ്റെയും സഭയുടെയും ശക്തി എന്ന് പറയുന്നത് അതിലെ വിശ്വാസികളാകുന്നു. പ്രത്യേകിച്ചും ജനാധിപത്യത്തിന് ഊന്നൽ നൽകി മറ്റൊരു സഭകൾക്കും അവകാശപ്പെടാൻ സാധ്യമാകാത്ത രീതിയിൽ ഇടവക പ്രതിനിധികളുടെ സമ്പൂർണമായ യോഗങ്ങൾ സഭയുടെ ഭാവിയെപ്പറ്റി ചിന്തിക്കുന്നതും തീരുമാനിക്കുന്നതും മലങ്കര സഭയുടെ ഭരണ സംവിധാനത്തിന് അഴകുകൂട്ടുന്നു. കാത്തോലിക്കേറ്റ് ഭാരതത്തിൽ സ്ഥാപിതമായ കാലം മുതൽ അൽമായ സമൂഹത്തിനെ കേൾക്കുവാനും അവരുമായി ഭരണകാര്യങ്ങളും ആത്മീയ കാര്യങ്ങളും ചർച്ച ചെയ്യാനും വിശ്വാസികളെ കൂടി വിശ്വാസനയിൽ എടുത്തുകൊണ്ട് ഭരണകാര്യങ്ങൾ സുഗമമാക്കാനും കഠിനാധ്വാനം ചെയ്ത് പരിശുദ്ധ സഭയെ നയിച്ച പൂർവ്വപിതാക്കന്മാരുടെ ചരിത്രം അടങ്ങിയ സഭയാണ് മലങ്കര ഓർത്തഡോക്സ് സഭ. സഭയിലെ മുതിർന്ന വൈദികർ, മലപ്പന്മാർ, അൽപ്പായ സമൂഹം തുടങ്ങിയവരുടെ അഭിപ്രായങ്ങൾ ആരാഞ്ഞതിനു ശേഷം മാത്രമേ ഏതൊരു തീരുമാനവും സഭാ നേതൃത്വം കൈക്കൊണ്ടിരുന്നുള്ളൂ എന്ന് ഏവർക്കും അറിവുള്ളതാണ്. എന്നാൽ ഈ കാലങ്ങളിൽ സഭയുടെ നേതൃത്വത്തിനുണ്ടാകുന്ന ചില പോരായ്മകൾ അത് ചൂണ്ടിക്കാട്ടേണ്ടത് തന്നെയാണ്. പൊതുസമൂഹത്തിൽ ഓർത്തഡോക്സ് വിശ്വാസികൾക്ക് പള്ളി പിടിച്ചുപറിക്കാർ എന്ന അപമാനഭാരം ഏൽക്കേണ്ടി വരുന്നു. സാമ്പത്തികത്തിലെ സുതാര്യമില്ലായ്മ, തീരുമാനങ്ങളിൽ സ്ഥിരത ഇല്ലാത്തത്, ഇതൊക്കെയും പൊതുസമൂഹം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. ഇടവകകളിൽ ഉണ്ടാകുന്ന സാമ്പത്തിക പ്രതിസന്ധികൾ, വിശ്വാസികൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, ഇവകൾക്ക് അർഹമായ പ്രാധാന്യം നൽകി വിശ്വാസികളെ കേൾക്കുവാൻ ഒരു ഭദ്രാസന നേതൃത്വത്തിനും സാധിക്കുന്നില്ല. ഇവിടെയും ഭരണം കൈയാളുന്നത് മെത്രാനോട് ചേർന്ന് നിൽക്കുന്ന ഒരു കൂട്ടം വ്യക്തികൾ മാത്രമാണ്. സഭാ നേതൃത്വത്തിലും കാര്യങ്ങൾ മറിച്ചല്ല. 2026 ഓഗസ്റ്റ് 27 കൂടുവാൻ നിശ്ചയിച്ചിരുന്ന മലങ്കര അസോസിയേഷന് 4 പുതിയ മെത്രാന്മാരെ കൂടി ഈ അസോസിയേഷനിൽ തെരഞ്ഞെടുക്കണമെന്നുള്ള സുന്നഹദോസിന്റെയും സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയുടെയും തീരുമാനം തിടുക്കത്തിലുള്ളതും അനവസരത്തിലുള്ളതാണെന്നും ഈ വാർത്ത വന്നപ്പോൾ മുതൽ വിശ്വാസികൾ ഉന്നയിക്കുന്ന വിഷയമാണ്. സ്ക്രീനിംഗ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ഏതൊക്കെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ടാണ് വൈദികരുടെ സ്ഥാനാർത്ഥി നിർണയം തുടങ്ങിയ വിഷയങ്ങളിൽ അവ്യക്തത നിറഞ്ഞു നിന്നിരുന്നു. ഏകദേശം 28ഓളം വൈദികരും റമ്പാന്മാർ ഉൾപ്പെടെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിരുന്നു എന്നതായിരുന്നു അറിയാൻ സാധിച്ചത്. സാങ്കേതികത്തിന്റെ പേരിൽ സഭയ്ക്ക് ഭാവിയിൽ മുതൽക്കൂട്ടാവുന്ന 20 പേരുടെയും പേരുകൾ വെട്ടിനീക്കപ്പെട്ടു. സ്ക്രീനിംഗ് കമ്മിറ്റിയിൽ പോലും ഒത്തൊരുമിച്ചുള്ള തീരുമാനം കൈക്കൊള്ളുവാൻ സാധിക്കാതെ വന്നപ്പോൾ വോട്ടെടുപ്പിലൂടെയും ചിലരുടെ താല്പര്യക്കാരെ ഉൾക്കൊള്ളിക്കാൻ സ്ഥാപിത താല്പര്യക്കാരുടെ സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് ഫലം കണ്ടു. അടുത്ത 25 വർഷക്കാലമെങ്കിലും ഈ സഭയെ നയിക്കുവാൻ പ്രാപ്തിയുള്ളവരെ തിരഞ്ഞെടുക്കാൻ ഉത്തരവാദിത്വപ്പെടുത്തിയ സ്ക്രീനിംഗ് കമ്മിറ്റി നിഷ്പക്ഷതയോടെ അവരുടെ ഉത്തരവാദിത്വം നിർവഹിച്ചോ എന്നത് അവർ തന്നെ അവരുടെ മനസാക്ഷിയോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാകുന്നു. ഈ വക കാര്യങ്ങൾ സഭയിലെ ഒട്ടുമുക്ക വിശ്വാസികൾക്കും അറിവുള്ളതാകുന്നു. എന്നാൽ ഇതിലധികം പേരും മൗനം പാലിക്കുന്ന പ്രതികരിച്ചുകൊണ്ട് ഫലമുണ്ടാകില്ല എന്നുള്ള ഉത്തമ ബോധ്യമുള്ളതിനാലാകുന്നു. എന്നാൽ എല്ലാവർക്കും അതിന് സാധ്യമാകില്ല. സമാധാനപരമായി സഭാ നേതൃത്വത്തെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുവാനും തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരുത്തണം എന്ന് പറയുവാനും പല കോണുകളിൽ നിന്നും ശ്രമം ഉണ്ടായിട്ടും അവരെ കേൾക്കുവാനോ കാണുവാനോ ഇന്നത്തെ സഭാ നേതൃത്വത്തിനോ താനാണ് സഭ, ഞങ്ങൾ തീരുമാനിക്കും, നീയൊക്കെ അനുസരിച്ച് കൊള്ളണം എന്നുള്ള ചിന്തയും ധാർഷ്ട്യവുമായി മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായി വിശ്വാസികൾ പ്രതികരിക്കും. എല്ലാറ്റിനും ഓശാന പാടുവാൻ ഈ സഭയുടെ ഒരു നയാ പൈസ പോലും കൈപ്പറ്റാതെയും സ്വന്തം കീശയിലെ പണം പലപ്പോഴും മുടക്കി ഈ സഭയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവർ അവരുടെ അഭിപ്രായം വ്യക്തമായി പറയുക തന്നെ ചെയ്യും. ഇന്ന് സഭയിലുള്ള ചില സ്തുതിപാഠകർ അല്ലെങ്കിൽ ഫാൻസുകാരാണ് ഈ സഭയെ ഇരുട്ടിലേക്ക് നയിക്കുന്നത്. കള്ളപ്രചരണങ്ങളും അസത്യവും ഭൂമിയിൽ അധികകാലം നിലനിൽക്കില്ല എന്നതാണ് ലോകതത്വം. സത്യം 3 നാൾ ഉയർത്തെഴുന്നേൽക്കുക തന്നെ ചെയ്യും. ഇടവകകളുടെ സ്വത്തിനും പണത്തിനും ഇടവകകളുടെ വിശ്വാസികൾക്കാണ് പൂർണ്ണമായ അവകാശം എന്നുള്ളത് ഇന്ത്യയുടെ പരമോന്നത കോടതി തന്നെ സഭാ കേസുമായി ബന്ധപ്പെട്ട് വിധി പ്രസ്താവിച്ചിട്ടുള്ളതാണ്. ആ സത്യത്തിൽ വിശ്വാസികൾ ഉറച്ചു തന്നെ നിൽക്കും. അതിനായിട്ടാണ് ഓരോ ഇടവകയിലെയും സത്യക്രിസ്ത്യാനികൾ നിലകൊള്ളുന്നത്. കേൾപ്പാൻ ചെവിയുള്ളവർ കേൾക്കട്ടെ. ഉറങ്ങുന്നവനെ ഉണർത്താം, എന്നാൽ ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ സാധിക്കില്ല.